അപ്പോൾ ഗൈസ് ഞാൻ എയർപോർട്ടിൽ ഏകദേശം ഇപ്പോൾ പോവും. അതിൻ്റെ ഇതാണ് എൻ്റെ സീറ്റുകളൊക്കെ കേട്ടോ. ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതൊക്കെയാണ് സീറ്റ്. ഈ റോയിലിരിക്കുന്ന എല്ലാവരും പിന്നെ ആ കൊച്ചിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളൊക്കെ എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ്. ഇത് എൻ്റെ അനിയൻ. ഹായ് പറഞ്ഞോ നീ. ഹായ്. അപ്പോൾ അതാണ് എൻ്റെ അനിയൻ. അവൻ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിരിക്കുക. ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ബാക്കിയുള്ളവരെ ഒന്ന് കാണിച്ചു തരാം. ബാക്കിയുള്ളവരെന്ന് വെച്ചാൽ കുറച്ച് പേര്. ഇതാണ് എൻ്റെ മുട്ടത്തലയും ചേട്ടായി. ഹായ് പറ. ഇതാണ് എൻ്റെ അച്ഛൻ. ഹായ് പറ. ഹായ് പറ. ഇതാണ് എൻ്റെ മാമൻ. അമ്മ ഹായ് പറ. ഇതാണ് എൻ്റെ അമ്മ. ഹായ് പറ. ഇതെൻ്റെ കസിൻ അനീത്തി. ഹായ് പറ. ഇതാണ് എൻ്റെ അച്ഛമ്മ. ഹായ്. ഹായ് പറ. ഹായ്. ഇപ്പോൾ ഗൈസ് ബാക്കി 2 പേരുണ്ട്. പക്ഷെ വിമാനം നീങ്ങാൻ തുടങ്ങുന്ന തന്നെ ഞാൻ അത് കാണിച്ചു തരാം. ഇച്ചിരി ക്ലാരിറ്റി കുറവായിരിക്കും. ഇവിടെ ഉണ്ട്. ഇതാണ് എൻ്റെ പ്രൊപ്പല്ലർ. ഇതാണ് എയറോപ്ലെയിൻ. ഇത് ഞങ്ങളുടെ അല്ല കേട്ടോ. ഞങ്ങളുടെ ഈ കളറാണ്. പക്ഷേ ഞാൻ ഈ അൺസൂം ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ ഗൈസ്, ഇതാണ് എയർപോർട്ട്. ഇത് എമിറേറ്റ്സ് ആണെന്ന് തോന്നുന്നു. ഐഡിയ ഇല്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എയർപ്ലെയിൻ മൂവ് ചെയ്ത് തുടങ്ങി. നീങ്ങുന്നുണ്ട് എയറോപ്ലെയിൻ. ലൈവ് കേട്ടോ. അപ്പോൾ നിങ്ങളതെല്ലാം കാണണം. സ്കിപ്പ് ചെയ്യരുതൊരിക്കലും കേട്ടോ. എയറോപ്ലെയിൻ മൂവ് ചെയ്യണം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പ്രൊപ്പല്ലറിൻ്റെ ഒക്കെ മുമ്പിൽ ഒരാൾ വന്ന് നിൽക്കണ കാണാം. അയാൾ അവിടെ എന്തിനാണ് വന്ന് നിൽക്കണതെന്ന് എനിക്കറിയില്ല. എൻ്റെ കണ്ടോ, ഇതാണ് എൻ്റെ ഫുൾ എയറോപ്ലെയിൻ ലുക്ക്. എൻ്റെ അല്ല, ഇവിടുത്തെ. ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എയറോപ്ലെയിൻ ഒന്നും കൂടി കാണിച്ചു തരാം. എയറോപ്ലെയിൻ ജസ്റ്റ് ഒന്ന് തിരിക്കണയാണെന്ന് തോന്നുന്നു. അതിൻ്റെ മുമ്പിലൊരു ട്രക്ക് പോലത്തെ വണ്ടി കേട്ടോ. അത് വെച്ചാൽ തിരിക്കണേ കണ്ടാണെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇതേപോലത്തെ വണ്ടിയൊക്കെ വെച്ച് എയറോപ്ലെയിൻ തിരിക്കാൻ നോക്കി ആ വണ്ടി ചതഞ്ഞരിഞ്ഞു പോകും. കാരണം എയറോപ്ലെയിൻ തന്നെ മൂവ് ചെയ്യണേ ആവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എയറോപ്ലെയിൻ മൂവ് ചെയ്യണേ. കസയറിൻ്റെ കേട്ടോ ഗൈസ്, എമിറേറ്റ്സ് ഒന്നുമല്ല. അപ്പോൾ അതിന് മുമ്പ് കമൻറ്റ് ചെയ്തവർ ആരാണ് അക്കാസയർന്ന് കമൻറ്റ് ചെയ്തത് അയാൾ ജയിച്ചു. അപ്പോൾ ഗൈസ് അതിൻ്റെ ഓറഞ്ച് പാലൊക്കെ കണ്ടോ, സെറ്റല്ലേ. അപ്പം ഞാനിനി ഇവിടെ ഒന്ന് ഇരിക്കട്ടെ എൻ്റെ സീറ്റിൽ. കുറച്ച് സൂമി. അപ്പോൾ അതെ ഇതാണ് എൻ്റെ സീറ്റ്. അപ്പോൾ ഇവിടെ ഒന്ന് ഇരിക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. എൻ്റെ എയറോപ്ലെയിൻ പോണു. പക്ഷേ എൻ്റെ എന്ന് പറയണത് എന്തിനാണ്? എയറോപ്ലെയിൻ പോകുന്നുണ്ട് ഗൈസ്. വിൻഡോസ് കാണാം. ദേ എൻ്റെ ഇത് കാണാൻ എല്ലാം നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും. ദേ ആകാശ എയർ ഫ്രണ്ട് ഭാഗം. ഗൈസ് ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഞാൻ പിന്നെ ഭയങ്കര എക്സൈറ്റഡുമാണ്. പക്ഷെ എൻ്റെ ഫസ്റ്റ് ടൈമിലൂടെ എയ്റോപ്ലെയിനിലൊക്കെ കയറുക എന്നൊക്കെ വെച്ചാൽ അത് ഇൻക്രെഡിബിൾ അല്ലേ ഗൈസ്.
ബസ് ഇൻഡിഗോയിലാണ് ഞാൻ കയറുന്നത്. ഇത് വേറെ എന്തോ പാർട്സ് പോലെ കിടപ്പുണ്ട്, എന്തിൻ്റെയാണെന്നറിയില്ല. അതെന്തെങ്കിലും എയറോപ്ലെയിൻ നമ്മുടെ അവിടെ നിൽപ്പുണ്ട്. എനിക്ക് എന്താണെന്നാലും അടുത്തുണ്ടേ കാണിക്കാൻ പറ്റാത്ത. ഇവിടെ യെല്ലോ ലൈൻ ഉണ്ട്, അതിന് പുറത്ത് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അതാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വന്ന് നിൽക്കുന്നത്. മിസ്സിംഗ് ഷോർട്ട്സ് ഉണ്ട്. എല്ലാ ഭാഗമൊന്നും യൂട്യൂബിൽ ഇടാൻ പാടില്ല കേട്ടോ, കുറ്റാണ്. അതിപ്പോൾ നിർത്തിക്കോ. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ അച്ചായി. അച്ചായി ഹൈ പറ, ഹൈ പറ അച്ചായി, ഹൈ പറ. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ അമ്മാമ്മ. ഹൈ പറ. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് നേരമായി ഇനിയിപ്പോൾ വിമാനത്തിൽ കയറിയിട്ട് കാണാമെന്നൊക്കെ പറയണം. പക്ഷെ ഇനി ഒരു കാര്യമുള്ളൂ, ഇനി ഉറപ്പായിട്ടും വിമാനത്തിൽ കയറിയിട്ടേ കാണണം, ഉറപ്പ്. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം.